ഹായ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ചാപ്റ്റർ ബാഗേജാണ്. ഇത് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ നിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. അപ്പോൾ ആദ്യം ബാഗേജ് എന്താണെന്ന് നോക്കാം. അതായത് നമ്മളിപ്പം ഒരു രാജ്യത്തു നിന്ന് വേറെ രാജ്യത്തേക്ക് യാത്ര ചെയ്യുമ്പം അത് ബൈ എയർ ആവാം അല്ലെങ്കിൽ സീ ആവാം, നമ്മുടെ കൂടെ കൊണ്ടുപോകുന്ന ലഗേജിനെയാണ് എന്തെന്ന് പറയുന്നത്, ബാഗേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ജനറൽ മീനിങ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാഗേജ് മീൻസ് ഓൾ ഡ്യൂട്ടബിൾ ഗുഡ്സ് ഇമ്പോർട്ടഡ് ബൈ പാസഞ്ചർ ഓർ എ മെമ്പർ ഓഫ് ക്രൂ ഇൻ ഹിസ് ബാഗേജ്. അതായത് ഒരു പാസഞ്ചർ കൊണ്ടുവരുന്ന ഇമ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഡ്യൂട്ടബിൾ ഗുഡ്സിനെയും കൂടെ ചേർത്തിട്ടാണ് എന്തെന്ന് പറയുന്നത്, ബാഗേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മൾ നോക്കിയത് ജനറൽ മീനിങ് ആണ്. ഇനി ഇതിൻ്റെ കസ്റ്റംസ് എങ്ങനെയാണ് അതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നോക്കാം. അതായത് അതിൻ്റെ സ്റ്റാറ്റ്യൂട്ടറി മീനിങ് എന്താണെന്നുള്ളത് നോക്കാം. അപ്പം ബാഗേജ് ഇൻക്ലൂഡ്സ് അൺഅക്കമ്പനീഡ് ബാഗേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാഗേജ് നോട്ട് ക്യാരിഡ് ബൈ പാസഞ്ചർ അറ്റ് ദ ടൈം ഓഫ് ഹിസ് അറൈവൽ ബട്ട് സെൻഡ് ബിഫോർ ഓർ ആഫ്റ്റർ അറൈവൽ ഓഫ് പാസഞ്ചർ. ഇപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഫിലിം ആക്ട്രസിൻ്റെയൊക്കെ കേസ് എടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ ഇപ്പോൾ ഒരു 8-10 പെട്ടികളൊക്കെ ഉണ്ടെന്ന് ഓർത്തോ. അപ്പം അതെല്ലാം എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ചിലപ്പം വെയിറ്റിൻ്റെയൊക്കെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് അവർക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അത് എന്ത് ചെയ്യും, ഒന്നെങ്കിൽ അതിന് മുന്നത്തെ അല്ല അതിന് ശേഷമുള്ള ഫ്ലൈറ്റിലൊക്കെ എന്ത് ചെയ്യും, അത് കയറ്റി വിടും. അപ്പം നമ്മുടെ അറൈവലിൻ്റെ സമയത്ത് നമ്മുടെ ഒപ്പം അത് ഉണ്ടാവില്ല, പക്ഷേ അതിന് മുന്നെയോ അല്ലെങ്കിൽ അതിന് ശേഷം എന്ത് ചെയ്തിട്ടുണ്ടാവും, സാധനം അയച്ചിട്ടുണ്ടാവും. അതാണ് അൺഅക്കമ്പനീഡ് ബാഗേജ് എന്ന് പറയുന്നത്. ബട്ട് ഡസ് നോട്ട് ഇൻക്ലൂഡ് മോട്ടോർ വെഹിക്കിൾസ്. പക്ഷേ ഇതിൻ്റെ അകത്ത് എന്തില്ല, മോട്ടോർ വെഹിക്കിൾസ് ഇല്ല. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ അല്ലേ. ഇനി അടുത്തത് ബാഗേജ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് ഫോളോസ്. എങ്ങനെയാണ്? ഒന്ന്, ആപ്ലിക്കബിൾ ഗുഡ്സ്, അതായത് എല്ലാ ഡ്യൂട്ടബിൾ ഗുഡ്സും, ഓൾ ഡ്യൂട്ടബിൾ ഗുഡ്സും ഇതിൻ്റെ അകത്ത് വരും. പിന്നെ നോട്ട് ആപ്ലിക്കബിൾ ഗുഡ്സ് ഏതൊക്കെയാണ്? ഒന്ന് ഞാൻ പറഞ്ഞു, ഇപ്പം മോട്ടോർ വെഹിക്കിൾസ് ഇല്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ആൽക്കഹോളിക് ഡ്രിങ്ക്സ്, പിന്നെ ഗുഡ്സ് ഇമ്പോർട്ടഡ് ത്രൂ കൊറിയർ. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഗ്രീൻ ചാനലും റെഡ് ചാനലും എന്താണെന്നുള്ളതാണ്. ഓക്കെ, ആദ്യം ഗ്രീൻ ചാനൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ആൾ വരുന്ന സമയത്ത് അയാളുടെ പക്കൽ ഡ്യൂട്ടബിൾ ആയിട്ടുള്ള ഗുഡ്സ് ഒന്നും ഇല്ലെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ചെക്കിംഗ് ഒന്നും ആവശ്യമില്ല, അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഗ്രീൻ ചാനലിൽ കൂടെ പോകാനായിട്ട് പറ്റും. ഇനി റെഡ് ചാനൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇപ്പം ഒരു പാസഞ്ചർ ഡ്യൂട്ടബിൾ ആയിട്ടുള്ള ഗുഡ്സ് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്തിരിക്കണം, ഒരു ഡിക്ലറേഷൻ സബ്മിറ്റ് ചെയ്തിരിക്കണം. അതായത് ഇന്ന ഡ്യൂട്ടബിൾ ആയിട്ടുള്ള ഗുഡ്സ് എൻ്റെ പക്കലുണ്ടെന്നുണ്ടൊരു ഡിക്ലറേഷൻ സബ്മിറ്റ് ചെയ്യണം. പിന്നെ ആ സെയിം ബാഗേജ് എന്ത് ചെയ്യും, കസ്റ്റംസ് അതോറിറ്റീസ് ഇൻസ്പെക്റ്റും ചെയ്യും. അപ്പോൾ അതാണ് ഗ്രീൻ ചാനലും റെഡ് ചാനലും. ഗ്രീൻ ചാനൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വരുന്ന ആളുടെ അടുത്ത് ഡ്യൂട്ടബിൾ ആയിട്ടുള്ള ഗുഡ്സ് ഉണ്ടാവില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെക്കിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ലാണ്ട് പോകാൻ പറ്റും. റെഡ് ചാനൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ പക്കൽ ഡ്യൂട്ടബിൾ ആയിട്ടുള്ള ഗുഡ്സ് ഉണ്ടാവും, അതിന് വേണ്ടിയിട്ട് അയാളൊരു ഡിക്ലറേഷൻ സബ്മിറ്റ് ചെയ്യണം. പിന്നെ കസ്റ്റംസ് അതോറിറ്റീസ് എന്ത് ചെയ്യും, അത് ഇൻസ്പെക്റ്റ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ഇനി അടുത്ത സെക്ഷൻ 77 എന്താണെന്ന് നോക്കാം. അത് ഡിക്ലറേഷൻ ബൈ ഓണർ ഓഫ് ബാഗേജ് ആണ്. അതായത് ദ ഓണർ ഓഫ് എനി ബാഗേജ് ഷാൽ മേക്ക് എ ഡിക്ലറേഷൻ ഓഫ് ഇറ്റ്സ് കണ്ടന്റ് ടു ദ പ്രോപ്പർ ഓഫീസർ ഫോർ ദ പർപ്പസ് ഓഫ് ക്ലിയറിംഗ് ഇറ്റ്. അതായത് ബാഗേജ് കൊണ്ടുവരുന്ന ആൾ എന്ത് ചെയ്യണം, ഒരു സെൽഫ് ഡിക്ലറേഷൻ എന്ത് ചെയ്യണം, പ്രോപ്പർ ഓഫീസറിന് കൊടുക്കേണ്ടതുണ്ട്. ഇന്ന സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. ഇതെന്തെന്ന് അറിയപ്പെടുന്നുണ്ട്, ബാഗേജ് ഡിക്ലറേഷൻ ഫോം എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി അടുത്ത സെക്ഷൻ 78 ആണ്. ഡിറ്റർമിനേഷൻ ഓഫ് റേറ്റ് ഓഫ് ഡ്യൂട്ടി ആൻഡ് താരിഫ് വാലുവേഷൻ റെസ്പെക്റ്റ് ഓഫ് ബാഗേജ്. അതായത് നമുക്കറിയാം, ഈ ഡ്യൂട്ടി പേ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ഒരു വാല്യൂം വേണം, ഒരു റേറ്റും വേണം. അത് ഏത് റേറ്റ് എടുക്കും, ഏത് വാല്യൂ എടുക്കും എന്നുള്ളതാണ് ഈ സെക്ഷൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. The rate of duty and tariff valuation applicable to baggage shall be the rate and valuation in force on the date on which a declaration is made in respect to such baggage under section 77. അതായത് നമ്മൾ സെക്ഷൻ 77 ഡിക്ലറേഷൻ സബ്മിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പം ആ ഡിക്ലറേഷൻ എന്നാണോ ഫയൽ ചെയ്യുന്നത്, ആ ദിവസത്തെ റേറ്റും ആ ദിവസത്തെ വാല്യൂ ആണ് എന്ത് എടുക്കേണ്ടതെന്നാണ് ഈ സെക്ഷൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ റെലവൻറ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഏതാണ്? റെലവൻറ്റ് ഡേറ്റ് ഈസ് ദ ഡേറ്റ് ഓഫ് ഫയലിംഗ് ബാഗേജ് ഡിക്ലറേഷൻ അണ്ടർ സെക്ഷൻ 77. ക്ലിയർ അല്ലേ? ഇനി റേറ്റ് ഓഫ് ഡ്യൂട്ടി ആൻഡ് ബാഗേജ് എന്ന് പറയുന്നത് എത്രയാണ്? 35% പ്ലസ് സോഷ്യൽ വെൽഫെയർ സർചാർജസ് ആണ്. അപ്പം 35% ഓഫ് വാല്യൂ, അതായത് നമ്മളിപ്പോൾ ഒരു വാല്യൂൻ്റെ കേസ് പറഞ്ഞില്ലേ, ആ വാല്യൂവിൻ്റെ 35% എന്താണ്, ആണ് ബാഗേജിലുള്ള റേറ്റ് ഓഫ് ഡ്യൂട്ടി എന്ന് പറയുന്നത്, ആപ്ലിക്കബിൾ ആയിട്ടുള്ള റേറ്റ് ഓഫ് ഡ്യൂട്ടി. പ്ലസ് സോഷ്യൽ വെൽഫെയർ സർചാർജസ് എത്രയാണ്? 10%. അതായത് 35%-ന് 10%. അപ്പം
എഫക്റ്റീവ് ഡ്യൂട്ടി എത്രയാണ്? 38.5%. ഓക്കെ, അപ്പോൾ റേറ്റ് ഓഫ് ഡ്യൂട്ടി ആൻഡ് ബാഗേജ് 35% പ്ലസ് അതിൻ്റെ കൂടെ സോഷ്യൽ വെൽഫെയർ സർചാർജസ് 10% കൂടെ കൂട്ടുമ്പം, അതായത് 35%-ന് 10%, അതെന്ന് പറയുമ്പോൾ 3.5. അപ്പോൾ 35 പ്ലസ് 3.5 എന്ന് പറയുമ്പോൾ 38.5 ആണ് എഫക്റ്റീവ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കുന്നത്, ഫുൾ എക്സംഷൻ ഫ്രം IGST ഹാസ് ബീൻ പ്രൊവൈഡഡ് ഓൺ പാസഞ്ചർ ബാഗേജ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് GST ഈസ് എക്സംപ്റ്റ് ഓൺ പാസഞ്ചർ ബാഗേജ്. പാസഞ്ചർ ബാഗേജ് എന്ത് ചെയ്തിരിക്കുകയാണ്? GSTയിൽ എക്സംപ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇനി അടുത്തൊരു എക്സംഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സംഷൻ ടു 1 ലാപ്ടോപ്പാണ്. അതായത് ദ സെൻട്രൽ ഗവൺമെൻറ് ഹാസ് എക്സംപ്റ്റഡ് 1 ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ, അതായത് നോട്ട്ബുക്ക് കമ്പ്യൂട്ടർ, വെൻ ഇമ്പോർട്ടഡ് ഇൻ ടു ഇന്ത്യ ബൈ പാസഞ്ചർ ഓഫ് ഏജ് ഓഫ് 18 ഇയേഴ്സ് ഓഫ് ഓർ എബവ് അതർ ദാൻ മെമ്പർ ഓഫ് ക്രൂ ഫ്രം ദ ഹോൾ ഓഫ് BCD. അതായത് 18 വയസ്സോ അതിന് മുകളിലേക്കോ പ്രായമുള്ള ഒരാൾ ഇന്ത്യയിലോട്ട് എന്ത് ചെയ്തു, ഒരു ലാപ്ടോപ്പ് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്താ ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടിയിൽ നിന്ന് എക്സംപ്റ്റഡ് ആണ്. ഇനി ഇത് ആർക്ക് ആപ്ലിക്കബിൾ അല്ല? മെമ്പർ ഓഫ് ക്രൂവിന് എന്തില്ല, ഇത് ആപ്ലിക്കബിൾ അല്ല. മെമ്പർ ഓഫ് ക്രൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരാ? അതായത് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹൂ വർക്ക് ടുഗദർ ഓൺ എ ഷിപ്പ് എയർപ്ലെയിൻ ഒക്കെയാണ് എന്തെന്ന് പറയുന്നത്, മെമ്പർ ഓഫ് ക്രൂ എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് ഈ എക്സംഷൻ ഇല്ല. ഇനിയിപ്പം ഒരാൾ 2 ലാപ്ടോപ്പ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലോ അതിൽ ഒരെണ്ണം എക്സംപ്റ്റഡ് ആയിരിക്കും, പക്ഷേ മറ്റേതിൻ്റെ അകത്ത് എന്ത് ചെയ്യണം നമ്മൾ? ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി ആപ്ലിക്കബിൾ ആണ്. ഒരു ലാപ്ടോപ്പിനാണ് എന്തുള്ളൂ, ഈ എക്സംഷൻ ഉള്ളൂ. അതും മെമ്പർ ഓഫ് ക്രൂ ആണെങ്കിൽ അവർക്കില്ല, ബാക്കിയെല്ലാ ആൾക്കാർക്കുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ എന്ത് ചെയ്യണം? ശ്രദ്ധിച്ച് വായിക്കണം. അതായത് മെമ്പർ ഓഫ് ക്രൂ ആണോ എന്നൊക്കെ നോക്കിയിട്ട് വേണം ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനായിട്ട്. ഇനി അടുത്തത് സെക്ഷൻ 79 ആണ്, ബോണഫൈഡ് ബാഗേജ് exempted from duty. The proper officer may subject rules made under this section pass free of duty. അതായത് ഫ്രീ ഓഫ് ഡ്യൂട്ടി ആണ്. അതായത് ഡ്യൂട്ടി ഇല്ലാണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് കൊണ്ടുവരാൻ പറ്റും. അവർ ബോണഫൈഡ് ബാഗേജുകളുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വസ്തുക്കളാണ് കൊണ്ടുവരുന്നതെങ്കിൽ എന്തില്ല, അതിൻ്റെ അകത്ത് ഡ്യൂട്ടി നമുക്ക് പേ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് നോക്കുക ഏതൊക്കെയാണ്. Any article in the baggage of a passenger or a member of crew in respect of which the said officer is satisfied that it has been in his use for such minimum period as may be specified in the rules. അതായത് ഇപ്പം ഞാൻ എൻ്റെ യൂസിന് വേണ്ടിയിട്ട് കുറച്ച് ക്ലോത്ത്സും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പം അത് തിരിച്ചു വരുമ്പോൾ എന്ത് ചെയ്യും? നമ്മളത് തിരിച്ചു കൊണ്ടുവരുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ, അതായത് നമ്മുടെ യൂസിന് വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നതാണെങ്കിൽ അതിൻ്റെ അകത്ത് എന്തില്ല, ഡ്യൂട്ടി പേ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി അടുത്തത്, എനി ആർട്ടിക്കിൾ ഇൻ ദ ബാഗേജ് ഓഫ് എ പാസഞ്ചർ ഇൻ റെസ്പെക്ട് ഓഫ് വിച്ച് ദ സെയ്ഡ് ഓഫീസർ ഈസ് സാറ്റിസ്ഫൈഡ് ദാറ്റ് ഇറ്റ് ഈസ് ഫോർ ദ യൂസ് ഓഫ് പാസഞ്ചർ or his family or is a bona fide gift or souvenir, provided that the value of each such article and the total value of all such article do not exceed such limit as may be specified in the rules. അതായത് നമ്മുടെ കയ്യിലുള്ള സാധനം നമ്മുടെ യൂസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയുടെയോ അതല്ല ഒരു ബോണഫൈഡ് ഗിഫ്റ്റാണ് അല്ലെങ്കിൽ ഒരു സോവനീർ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ദുബായ് വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ബുർജ് ഖലീഫയുടെ അതിൻ്റെയൊക്കെ മിനിയേച്ചർ പോലെയൊക്കെ ഉള്ളത് നമ്മൾ ഗിഫ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് കൊണ്ടുവരില്ലേ. അപ്പോൾ അതൊക്കെ ഡ്യൂട്ടി ഇല്ല, അതിൻ്റെ മേലൊന്നും ഡ്യൂട്ടി പേ ചെയ്യണ്ട. provided that the value of each such article and the total value of all such articles does not exceed such limit as may be specified in the rules. അപ്പോൾ ഈ ബോണഫൈഡ് ബാഗേജിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? റൂൾസ് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ റൂളിൻ്റെ അകത്ത് പറയുന്നുണ്ട് എന്തൊക്കെയാണ് എക്സംപ്റ്റഡ്, എന്തൊക്കെയാണ് എക്സംപ്റ്റഡ് അല്ലാത്തത് എന്നുള്ളത് പറയുന്നുണ്ട്. ലിമിറ്റും കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്താണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്, ബോണഫൈഡ് ബാഗേജിൻ്റെ കേസിൽ ഇമ്പോർട്ട് ഓഫ് ഫർണിച്ചർ, ലൈറ്റ് ഫിറ്റിംഗ്സ്, ബാത്റൂം ആക്സസറീസ് എക്സെട്ര ബൈ പാസഞ്ചേഴ്സ് മേക്കിംഗ് ഷോർട്ട് വിസിറ്റ് എബ്രോഡ് ഡു നോട്ട് ക്വാളിഫൈ ആസ് ബോണഫൈഡ് ബാഗേജ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മൾ ഈ വീടൊക്കെ പണിയുന്ന സമയത്ത് എന്ത് ചെയ്യും? ഈ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ചിലരെന്ത് ചെയ്യും? പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യും. അപ്പോൾ അത് പർച്ചേസ് ചെയ്യാനൊക്കെ ആയിട്ട് ഇപ്പം നമ്മൾ വെളിയിൽ ഏതെങ്കിലും രാജ്യത്തൊക്കെ പോയാണ് പർച്ചേസ് ചെയ്യുന്നത്, ഇപ്പോൾ ചൈനയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൺട്രിയിൽ പോയാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ അത്തരത്തിലുള്ള ഐറ്റംസ് എന്തല്ല, ബോണഫൈഡ് ബാഗേജ് അല്ല. അതിന് മേലിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഡ്യൂട്ടി ഉറപ്പായിട്ടും പേ ചെയ്യേണ്ടി വരും. ഇനി അടുത്തത് സെക്ഷൻ 80 ആണ്, ടെമ്പററി ഡിറ്റൻഷൻ ഓഫ് ബാഗേജ്. അതായത് ദ പ്രോപ്പർ ഓഫീസർ മേ ഡിറ്റെയിൻ ബാഗേജ് ഓഫ് എ പാസഞ്ചർ വിച്ച് കണ്ടെയ്ൻസ് എനി ആർട്ടിക്കിൾ വിച്ച് ഈസ് ഡ്യൂട്ടിയബിൾ
or the import of which is prohibited and in respect which a true declaration has been made under section 77. അതായത് സെക്ഷൻ 77 ഇമ്പോർട്ടർ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഡിക്ലറേഷൻ്റെ കാര്യം നമ്മൾ പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ ആ ഡിക്ലറേഷൻ കൊടുത്തിട്ടുണ്ട് എന്ത്, ഈ ഗുഡ്സ് എന്താണ്, ഡ്യൂട്ടിബിൾ ആയിട്ടുള്ളതാണ്, ഈ ആർട്ടിക്കിൾ ഡ്യൂട്ടിബിൾ ആയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ അല്ലെങ്കിൽ ചിലപ്പോൾ എന്തായിരിക്കാം, അത് പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള ഗുഡ്സാണ്, അതായത് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ പാടില്ലാത്ത ഗുഡ്സ് ആയിരിക്കാം. അപ്പോൾ അത്തരത്തിലുള്ള ഗുഡ്സ് എന്ത് ചെയ്യാൻ പറ്റും, പ്രോപ്പർ ഓഫീസറിന് ഡീറ്റെയിൻ ചെയ്യാൻ പറ്റും അറ്റ് ദ റിക്വസ്റ്റ് ഓഫ് ദ പാസഞ്ചർ ഫോർ ദ പർപ്പസ് ഓഫ് ബീയിങ് റിട്ടേൺ ടു ദ പാസഞ്ചർ എയ്തർ അറ്റ് ദ ടൈം ഓഫ് ഹിസ് ലീവിങ് ഇന്ത്യ. അതായത് ഇപ്പോൾ ഒരാൾ ഇവിടെ ദുബായിൽ നിന്ന് വന്നിട്ട് അയാൾക്ക് എന്ത് ചെയ്യാനുള്ളതാണ്, UK പോകാനുള്ളതാണ്. അതായത് ഈ ഗുഡ്സ് ഇവിടേക്ക് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് അയാൾ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ ഇമ്പോർട്ട് ചെയ്ത് എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് അതിൻ്റെ മുകളിൽ ഡ്യൂട്ടി കൊടുക്കേണ്ടി വരും. അപ്പം അയാൾ ദുബായിൽ നിന്ന് ഇവിടെ വന്ന് UK പോകാനുള്ള ആളാണ്. ഗുഡ്സ് ഇവിടെ ഇമ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് അയാൾ എന്ത് ചെയ്യും, പ്രോപ്പർ ഓഫീസറിനൊരു റിക്വസ്റ്റ് കൊടുക്കും. അതായത് ഈ ഗുഡ്സ് ഇങ്ങനെ UK കൊണ്ടുപോകാനുള്ളതാണ്, ഇവിടേക്ക് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ അതെന്ത് ചെയ്യും, പ്രോപ്പർ ഓഫീസർ തന്നെ ഗുഡ്സ് ഡീറ്റെയിൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ടൊരു റിക്വസ്റ്റ് കൊടുക്കുന്നുണ്ടാകും. അതായത് ഇന്ത്യയിൽ നിന്ന് ലീവ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ ഗുഡ്സ് കൂടെ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞ്, അപ്പോൾ അതുവരെ ഇത് ഡീറ്റെയിൻ ചെയ്യണം എന്ന് പറഞ്ഞ് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, പ്രോപ്പർ ഓഫീസറിന് അത് ഡീറ്റെയിൻ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ത്രൂ എനി അതർ പാസഞ്ചർ ഓതറൈസ്ഡ് ബൈ ഹിം ആൻഡ് ലീവിങ് ഇന്ത്യ ഓർ ആസ് എ കാർഗോ കൺസൈൻഡ് ഇൻ ഹിസ് നെയിം. ഇനി എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് തിരിച്ചു പോകുന്ന സമയത്ത് അയാൾക്ക് ആ ഗുഡ്സ് തിരിച്ചു കൊണ്ടുപോകാനായിട്ട് പറ്റിയില്ല. അപ്പോൾ അയാൾ എന്ത് ചെയ്യും, ഒരു ആളെ ഓതറൈസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഗുഡ്സ് തിരിച്ച് കളക്ട് ചെയ്യുന്നത് ആരായിരിക്കും, ആ ഓതറൈസ് ചെയ്തിട്ടുള്ള ആളായിരിക്കും. ഇനി അതല്ല എങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ എന്ത് ചെയ്യും, ദേ വിൽ കാർഗോ ഇറ്റ് ഇൻ ഹിസ് നെയിം. അപ്പോൾ ഈ ഇമ്പോർട്ട് ചെയ്യുന്ന ആൾക്ക് എന്താണിത്, അതായത് ഈ പാസഞ്ചറിന് വേറെ റോങ് ആയിട്ടുള്ള ഇൻറ്റൻഷൻസ് ഒന്നുമില്ല. അയാളിപ്പം ദുബായിൽ നിന്ന് വരുന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെ UK പോവാണ്. അപ്പം ഈ ഗുഡ്സ് ഇവിടെ അയാൾക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ട, അയാൾക്ക് ശരിക്കും ഈ കൂട്ടം എങ്ങോട്ട് കൊണ്ടുപോകാനുള്ളതാണ്, UK കൊണ്ടുപോകാനുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇമ്പോർട്ട് ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഇവിടെ ഡ്യൂട്ടി പേ ചെയ്യേണ്ടി വരുന്നതുകൊണ്ട് പ്രോപ്പർ ഓഫീസറിൻ്റെ അടുത്ത് അത് ടെമ്പററി ആയിട്ട് അയാൾ UK തിരിച്ചു പോകുന്നവരെ ഒന്ന് ഡീറ്റെയിൻ ചെയ്ത് വയ്ക്കാൻ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, പ്രോപ്പർ ഓഫീസറിനത് ഡീറ്റെയിൻ ചെയ്യാൻ പറ്റും. അതാണ് സെക്ഷൻ 80. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്രയാണ്. ബാക്കി അടുത്തത് നമുക്ക് അടുത്ത ക്ലാസ് നോക്കാം.